ഒരാഴ്ചത്തേക്ക് ആളുടെ അഡ്രസ് ഉണ്ടാവില്ല. എവിടെ പോയിരുന്നു ചോദിച്ചാ അപ്പ തുടങ്ങും. ഡോളർ മേലോട്ട് പോയി, ഇടത്തരക്കാരൻ പിന്നെയും താഴോട്ട് പോയി എന്നൊക്കെ. ചോദ്യം എന്തോ ഉത്തരം വേറെന്തോ. ഈ പിള്ളേരുടെ ഗതി എന്താവോ എന്തോ. അപ്പൊ അതിനകത്ത് ആത്മകഥ ഉണ്ട്, വെള്ളം കോരുന്നതിന്റെ ആ ഒരു സാധനം ഇല്ലേ, ആ സാധനം ഇല്ലേ, എവിടെ പോയിരുന്നു ചോദിച്ചാ അപ്പ തുടങ്ങും. ആക്ടിവിറ്റിയെ കറക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന തന്നെ സാധനം ഇടുന്ന തന്നെയാണത്. അത് അത് ചെയ്യാൻ വേണ്ടി ആ ശരിക്കും മൈക്കിന് മുമ്പിൽ നിന്ന് നമ്മൾ ചെയ്യണം, കോരണം. കോരണം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ മുമ്പിൽ പോഡിയം ഉണ്ടല്ലോ, അപ്പൊ മുമ്പോട്ട് പോകാനും പറ്റില്ല. അപ്പൊ സൈഡിലേക്ക് പോയാൽ മൈക്ക് പൊസിഷൻ മാറി. ഇപ്പോഴാകുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ 2 or 3 മൈക്കൊക്കെ ഒരു ഇവിടെ പോലും ഇതുപോലെയൊക്കെ മൈക്ക് വയ്ക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാനേ പറ്റൂ. അതുപോലെ ഇരുന്നിട്ട് എണീക്കുന്ന സൗണ്ടുകൾ, ഇതെല്ലാം നമുക്ക് മൈക്കിന് മുമ്പിൽ എനിക്ക് ഇരുന്ന് ഡബ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ല. പക്ഷെ ഇരുന്ന് എണീക്കുന്ന പോലെ നമ്മൾ ഇരുന്നാണ് ഡബ് ചെയ്യുന്നെങ്കിലും നിന്നാണ് ഡബ് ചെയ്യുന്നെങ്കിലും ആണോ, ഓ അത് ശരി. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ പ്രസ് ചെയ്യുന്ന ഒരു സ്ട്രെയിൻ ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ സിങ്ക് സൗണ്ടിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സിങ്ക് സൗണ്ട് ചെയ്യുന്നവർക്ക് അത് സ്പോണ്ടേനിയസ് നാച്ചുറൽ ആയിട്ട് വരും. പക്ഷെ നമുക്ക് ഡബിങ് ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എന്നാൽ ആർട്ടിസ്റ്റുകൾക്ക് ഡബിങ് തിയേറ്ററിൽ അത് വരില്ല. അവര് കുറച്ച് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആ ടെക്നിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റുകൾ, എനിക്ക് അഭിമാനത്തോടു കൂടി ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവന്നത് ഞാനാണ്.